രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും അങ്ങനെ തന്നെ അല്ലേ? ഒന്നെന്ന് പറഞ്ഞ പോലെ നമ്മളേതായാലും തെണ്ടി നടന്ന തൊണ്ടി മുതൽ കയ്യകലത്തിൽ വന്നിട്ടോ. അപ്പോൾ ഏതായാലും അതിൻ്റെ തൊലിയും കളഞ്ഞിട്ട് വേഗം അതിനെ കുക്കറിലിട്ടു കേട്ടോ. കുക്കർ രോദനം പറഞ്ഞതിന് വേവിക്കുമ്പോഴത്തേനും നമുക്ക് ചായ ഉണ്ടാക്കണം, ചമ്മന്തി ഉണ്ടാക്കണം, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചായ തിളച്ച് മറിഞ്ഞു എൻ്റെ പറിച്ചാനായിട്ടാ. ചായ ആയപ്പോഴത്തേനും ഞാൻ ചമ്മന്തി ഇറക്കാൻ നോക്കിയപ്പോൾ മുളകില്ല. സ്വാഭാവികം, ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് ഓടുന്നു, മുളക് കൊണ്ടുവരുന്നു, ചമ്മന്തി ഇറക്കുന്നു. ഈ ഒരു കപ്പയും ചമ്മന്തി ഇതിന് ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. ഞാൻ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ചമ്മന്തി അരച്ച് തിന്നെങ്കിലേ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് കുറേ ദിവസമായിട്ട് തിന്നാൽ ഇത് ത്വര നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ എന്താണ്, ചമ്മന്തി അരച്ചിട്ട് വരാം. എന്താണെങ്കിലും കുറച്ച് മതി, കാന്താരി മുളകായതുകൊണ്ട്, അല്ലെങ്കിൽ നാളെ വിവരം അറിയും. കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ മക്കളൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി നിന്നാലും ഞാനിത് നോക്കി ഇങ്ങനെ വെള്ളമിറക്കി നിൽക്കാന്നല്ലാതെ മക്കൾ വരാതെ ഞാൻ തിന്നൂല കേട്ടോ. എന്തിനാണെന്നുണ്ടെങ്കിലും വൈകുന്നേരം ആയാൽ ഒരു വരാതെ ഞാനൊരു സാധനം തിന്നൂല. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വേണമല്ലോ. വെളിച്ചെണ്ണ ഇപ്പോൾ രാവിലെ നീച്ചാലുള്ള അവസ്ഥ ചെയ്യുന്നത്, രാവിലെ നീച്ചാൽ നല്ല, ഇതിപ്പോൾ 4 മണി സമയമാണ്. അപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്യുന്ന അറിയോ, ഗ്യാസ് കത്തിക്കുന്നു, 2 കറക്കം. എന്നിട്ടിപ്പോൾ കുപ്പിൻ്റെ അവസ്ഥ കാണണോ, ഇതാണ് കുപ്പി. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, ഞാൻ 2-3 കൊല്ലം അതുകൊണ്ട് ജീവിക്കും ഞാൻ. പിന്നെ ഇതൊക്കെ റെഡി ആയപ്പോഴത്തേനും ഫാദി സ്കൂളിട്ട് വന്നു കേട്ടോ. ഫാദി സ്കൂളിട്ട് വന്നപ്പോഴത്തേനും നമ്മളെ അവന് വരുന്നതിന് മുന്നേ നമ്മൾ കപ്പൊക്കെ റെഡിയായി ഇങ്ങനെ അവന് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് നൈറ്റിന് ചപ്പാത്തി ഉണ്ടാക്കണം എന്നാണ് ലിസ്റ്റിൽ. പക്ഷെ ഉണ്ടാക്കിയാലായി, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ മീനാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഫാദി എത്തിട്ടോ. അപ്പോൾ അങ്ങനെ ഫാദി എത്തി. ഓന് ചായയും കുടിച്ച് കണ്ടോ കളിക്കാൻ പോയിട്ടോ. ഓനെ കാത്ത് നമ്മൾ വടിയായി. ഓൻ വന്നാൽ പിന്നെ വേഗം ചായ കുടിക്കും. ഓന് വിശപ്പിൻ്റെ അസുഖം കുറച്ച് കൂടുതലാണ്. അപ്പോൾ വേഗം ചായ കുടിക്കും വന്നിട്ട്. അപ്പോൾ അത് നിറച്ച് വേണം കേട്ടോ. പിന്നെ കളിക്കാൻ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ അധികം തിന്നൊന്നുമില്ല. ഒരു ചായ എന്തെങ്കിലും വല്ല ബിസ്ക്കറ്റും കിട്ടിയാൽ മതി. അപ്പോൾ ഓൻ അങ്ങനെ കളിക്കാൻ പോയി. അപ്പോൾ ഞാൻ നൂനുവിനോട് പറഞ്ഞേ, നൂനുവാ ഇത് പോയി താത്ത കൊണ്ടുപോയി കൊടുത്തു മോട്ടി. അപ്പം അങ്ങനെ നൂനുവിനോട് ഞാൻ പറഞ്ഞു അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞു. മുൻചത്തം. അപ്പോൾ അല്ല കേട്ടോ, നമ്മൾ എന്തുണ്ടാക്കിയാലും അങ്ങനെ തന്നെയാണ്. സ്പെഷ്യലായിട്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മൾ അപ്പുറമൊക്കെ കൊടുത്തിട്ടേ നമ്മൾ തിന്നലുള്ളൂ കേട്ടോ എല്ലാവരും. അപ്പോൾ എന്നാൽ ഇന്നത്തെ വീഡിയോ അത്രക്കുള്ളൂ. ഓക്കെ ബൈ. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ ബൈ.